ഹലോ, ഇന്ന് നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് ക്യാൻവാസിൽ നെക്ക് കട്ട് ചെയ്തിട്ട് ക്ലോത്തിലേക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ക്യാൻവാസ് കട്ട് ചെയ്ത് അതിൽ നെക്ക് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നോർമലി ഞാൻ കണ്ടിട്ടുള്ളത് എല്ലാവരും നെക്കിൻ്റെ ഷേപ്പിൽ ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു ക്ലോത്തിലേക്ക് അറ്റാച്ച് ചെയ്യുക കേട്ടോ ചെയ്യാറ്. അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് നോർമലി നെക്കിൻ്റെ വിഡ്ത്ത് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്നൊരു ട്രിക്കാട്ടോ ഇവിടെ കാണിക്കുന്നത്. ഫസ്റ്റ് തന്നെ ഞാൻ ക്യാൻവാസ് ഒരു ക്ലോത്തിലേക്ക് ഇതുപോലെ അയൺ ചെയ്തെടുത്തു. ദെൻ നമ്മുടെ ക്ലോത്തിൻ്റെ നടുക്കിലേക്ക് വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഒരു സ്റ്റിച്ച് കൊടുത്തു. അപ്പോൾ ക്ലോത്തും ക്യാൻവാസും കറക്റ്റ് സെക്യൂറായിട്ട് അവിടെ ഇരുന്നോളും. അതിനുശേഷം ഞാൻ ഇതുപോലെ വീഡിയോ കാണിക്കുന്ന പോലെ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്, ആ കറക്റ്റ് മാർക്കിൽ കൂടെ. അപ്പോൾ ഞാനിങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഫുള്ള്. നെക്ക് ഫുൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാൻ ഇതുപോലെ 1/2 ഇഞ്ച് മാറ്റിയിട്ട് ഇതുപോലെ ക്യാൻവാസ് കട്ട് ചെയ്ത് കൊടുക്കുവാണേ. അങ്ങനെ ഞാൻ ഫുൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഇതുപോലെ ഫുൾ കട്ടിങ്സ് കൊടുക്കുക, കാരണം നമുക്ക് കറക്റ്റായിട്ട് തിരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടോ നമ്മൾ ഇതുപോലെ കട്ടിങ്സ് കൊടുക്കുന്നത്. ഇത് കട്ടിങ്സ് കൊടുത്തതിന് ശേഷം ക്യാൻവാസ് ഇതുപോലെ തിരിച്ചിടുക. അങ്ങനെ ഞാൻ ഫുൾ ക്യാൻവാസ് ഇതുപോലെ തിരിച്ചിട്ടു. അപ്പോൾ എനിക്ക് നെക്ക് കറക്റ്റായിട്ട് കിട്ടി കേട്ടോ. അപ്പോൾ നെക്ക് കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഇഷ്യൂസൊക്കെ നെക്കിൻ്റെ വിടത്തിലൊക്കെ വരുന്നവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.